ഒരു ഹോട്ടലിലെ കിച്ചണിലാണ്, സാഗർ ഹോട്ടലിലെ കിച്ചണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത്ര ദൂരം വണ്ടി ഓടിച്ച് വന്ന നിങ്ങളുടെ എല്ലാവർക്കും എൻ്റെ നന്ദി. അതായത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ കിച്ചണിലെ എല്ലാ പാചകങ്ങളും ചെയ്യുന്നത്. നമ്മളൊരു വലിയൊരു ഐറ്റംസ് ആണ് ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചത്. പക്ഷെ അതുപോലെ തന്നെ ആയിരിക്കും അന്ന് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. കിച്ചണിലേക്ക് ഞാന് വേറെ സ്ഥലത്തല്ലേ, അതേ തിരക്കിലാണ്. ഇല്ല, ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഞാൻ അദ്ദേഹത്തായിട്ട് സംസാരിക്കാം. അല്ല തിരക്കിലാണ്. ഇല്ല, തിരക്കിലാണ് അദ്ദേഹം. കുറച്ചൊരു ഫോൺ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്, അതുകൊണ്ട് ചെറിയ പ്രോബ്ലം ഉണ്ട്. ഫോണ് ഞാൻ ഏറ്റവും അതായത് ഇപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിഭവം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ടേസ്റ്റ് നമ്മൾ അനുഭവിച്ച ആൾക്കാരാണ്. കാരണം ഹോട്ടലുകളിലും ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഇപ്പോൾ ലോകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സിറ്റികളിലും ഫാസ്റ്റ് ഫുഡിൻ്റെ തരംഗമാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വെറൈറ്റി സാധനമാണ്. അതായത് ചിക്കൻ കൊണ്ട് എന്തൊക്കെ വെറൈറ്റികൾ ഉണ്ടാക്കാം എന്നുള്ളത് ഞങ്ങൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുക്കിന്റെ അടുത്തേക്ക് പോകാം. ഇത് എങ്ങനെയാണ്, അതായത് ഇതിനെ പറ്റി എന്തെങ്കിലും ഞാന് 10-15 വർഷക്കാലമായിട്ട് ഞാൻ നടത്തുന്ന ഒരു ഫീൽഡാണ്. നമ്മൾ ഉപജീവന മാർഗം കൂടിയാണ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇതിൽ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിയില് പലരും പല ചിക്കൻ ബിരിയാണി, നെയ്ച്ചോറിൻ്റെ കറികൾ, അതുപോലെ ഒരുപാട് ഐറ്റംസ് ഞാൻ പറയാതെ തന്നെ വിദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് ഐറ്റംസ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ ഉപരിയായിട്ട് വ്യത്യസ്തമായിട്ട് നമ്മൾ എൻ്റെതായിട്ട് ഞാൻ അവകാശപ്പെടുന്നത് എന്താ വെച്ചാൽ ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. ഫസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്ന വിഭവത്തിനെ പറ്റിയാണ് സാർ പറയാൻ പോകുന്നത്. ഫസ്റ്റായിട്ട് എന്താ ചേർക്കുന്നത്? ഇതിൽ നമ്മുടെ ഈ നാട്ടിൻ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന പ്രത്യേകതരം ഒരു ഉൽപ്പന്നമായ ഉള്ളി എന്ന് പറയുന്ന സാധനം, സവാള, അത് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് പാകത്തിന് എണ്ണ ഉപയോഗിച്ചിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പച്ചമുളക്, അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള സാധനങ്ങൾ. പച്ചമുളക് ഞാൻ പറഞ്ഞു കേൾക്കട്ടെ സുഹൃത്ത്, താങ്കളൊക്കെ ചെറുപ്പകാലത്ത് പറഞ്ഞത് കേൾക്കാതിരിക്കുമ്പോൾ മാതാപിതാക്കൾ ചന്തയിൽ എഴുതി തരുന്ന ആ സാധനമില്ലേ പച്ചമുളക്, ആ സാധനമാണ് നിങ്ങൾ അനുസരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചു. ഇതിപ്പോ എന്താ, ഇത് നമ്മൾ ഈ കോഴിക്കറി വെക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം എന്ന് വെച്ചാല് നമ്മളത് തീരുമാനിച്ച് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ അടുത്തുള്ള കോഴിപ്പീടിക തുറന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുക. അതിനുശേഷം മാത്രമേ നമുക്ക് കോഴിക്കറി വെക്കാനുള്ള ഒരു കോഴിയാണ് മെയിനായിട്ട് ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയാണ് മെയിനായിട്ടുള്ള ഘടകം. കോഴിയാണ്, അതാണ് സാറ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ. അതായത് ഈ കോഴി കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണ് ഇതിലേക്ക് ചേർക്കുക എന്നുള്ളത് നമുക്ക് കാണാം. ഇനി അടുത്തത് എന്താണ് ഇതിലേക്ക് ചേർക്കുക? കോഴി മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഭവമാണ്. നോക്കുന്നു ഇത് ഞാനിത് ഇത് കയ്യിൽ പൊഴിക്കാൻ കുഴപ്പമില്ല, കൈ പൊള്ളിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇത് നേരെ വായിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹം ഉണ്ടാക്കിയ ഈ സാധനം ഇതാണ് യഥാർത്ഥം. നമ്മൾ കഴിക്കുന്ന ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റോ എന്താണെങ്കിലും ഇദ്ദേഹം ഉണ്ടാക്കിയ ഇതാണ് യഥാർത്ഥത്തിൽ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ. ഇതാണ് ഇനി വേറെ എന്തൊക്കെയോ ഇത് ചേർക്കുന്നുണ്ട്, അതെന്താണെന്ന് നമുക്ക് നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേകത ഇലയാണ്. ഇതിന് കറിവേപ്പില എന്നും വേപ്പില എന്നും പലതരത്തിലുള്ള പല പറയാറുണ്ട്. പക്ഷെ ഇത് മെയിനായിട്ട് വേണ്ടത് ഇതിന് ക്ഷമയാണ്. ഒന്നാമത് ഈ വില കുറഞ്ഞ കോഴി, ലഗോൺ കോഴി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി രുചിച്ച് നോക്കാവുന്നതാണ്. ഇത് പ്രത്യേകതരം ഞങ്ങളുടെ ഒരു പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഇവരുടെ ഒരു കഴിവ് പ്രകാരം ഉണ്ടാക്കിയിട്ട് അങ്ങനെ രുചിച്ച് നോക്കിയിട്ട് രുചിച്ച് നോക്കുമ്പോൾ പ്രത്യേകം ചെയ്തിട്ട് അണ്ണാനെ കൊണ്ടിട്ട് ആർക്കാൻ നിൽക്കാതെ നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ എത്ര വർഷമായി? 15 വർഷക്കാലമായി ഞാൻ ഇത്. കാരണം വീട്ടിൽ നിന്ന് നമുക്ക് ചോറും ചായയും കിട്ടാതെ വരുമ്പോൾ തൊട്ടടുത്ത പറമ്പിൽ പോയിട്ട് പാചകം ചെയ്ത ഫുഡ് നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടു ബോസ്. നിങ്ങൾ ഏതൊക്കെ റോയൽ
സാഗർ ഏലസാഗി. ഈ ഹോട്ടലിലൊക്കെ നിങ്ങൾ കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഫുഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ വളരെ ലളിതമായിട്ട് ഞാൻ വേണമെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ മൂടി പതുക്കെ അതിലേക്ക് വീണെങ്കിലും അത് സാരമില്ല, കൊടുത്തില്ലെങ്കിലും അത് നമ്മൾ ഇത് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ഒന്ന് കൈയ്യോട്ടു, നിങ്ങളുടെ കൈയ്യോട്ടു, 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 കൈയ്യോട്ടു. നല്ല ചൂടുള്ള ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് താങ്കൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. താങ്കൾക്ക് ഇത് അങ്ങനെ മൂടി വെച്ച് നിന്ന് അദ്ദേഹത്തോട് മാത്രം നമുക്ക് ചോദിക്കാം.